സോ ഹലോ ഓൾ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൻ്റെ വൺ ഓഫ് ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ബേൺസ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഇത് മെയിനായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇത് അത്യാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ബേൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാംസ് ഒക്കെ ഡേറ്റ് വന്നു എന്ന് വിചാരിക്കുന്നു. സോ ഇനിയും യൂണിവേഴ്സിറ്റിക്ക് വരാനുണ്ടെങ്കിൽ ഉടനെ തന്നെ വരും, കാരണം ഏകദേശം 6 മാസം അടുത്തായിട്ടുണ്ട്. സോ നമുക്ക് അധികം കാര്യങ്ങൾ പറയാതെ നമുക്ക് ബേൺസിന്റെ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. സോ എന്താണ് ബേൺസ് എന്ന് പറയുന്നത്? സോ നത്തിങ് ബട്ട് ബേൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, ചുരുക്കി പറഞ്ഞ പൊള്ളലേൽക്കുക. അപ്പൊ അത് ഇൻട്രൊഡക്ഷൻ പോലെ ബേൺസ് ആർ ഇഞ്ചുറീസ് ടു ദ സ്കിൻ ആൻഡ് അണ്ടർലൈങ് ടിഷ്യൂ കോസ്ഡ് ബൈ ഹീറ്റ്, കെമിക്കൽസ്, ഇലക്ട്രിസിറ്റി, റേഡിയേഷൻ ഓർ ഫ്രിക്ഷൻ. അപ്പൊ ഇത് പല രീതിയിൽ കോസ് ചെയ്യുക. അതായത് ഓവറായിട്ട് നമ്മൾ ചൂടടിച്ചു കഴിഞ്ഞാൽ പൊള്ളലേക്കാം, അതുപോലെ ഏതെങ്കിലും ആസിഡോ കാര്യങ്ങളോ കെമിക്കൽസോ നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ പൊള്ളലേക്കാം, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, അതുപോലെ റേഡിയേഷൻ, അതുപോലെ തന്നെ എന്തെങ്കിലും ഫ്രിക്ഷൻ, അതൊക്കെ വഴി എന്താണ് നമുക്ക് ബേൺസ് ഏക്കാം. അതെന്താണ് ആക്ച്വലി ഇഞ്ചുറി ടു ദ സ്കിൻ ആണ്. അപ്പോൾ ഇത് മെയിനായിട്ടും അഡൽട്ടും അതുപോലെ തന്നെ കോമൺ ആയിട്ട് അഡൽട്ടും ചിൽഡ്രനിലും ഒക്കെ കാണാൻ പറ്റും. ആൻഡ് ക്യാൻ റേഞ്ച് ഫ്രം മൈനർ ടു ലൈഫ് ത്രെറ്റനിങ് ഇഞ്ചുറി. അതായത് ചിലർക്ക് ഇപ്പോൾ സൺബേൺ എന്ന് പറയുന്നത് ഏകദേശം 7 ഡേ ആണ് ഹീൽ ആവാൻ എടുക്കുക. എന്നാൽ നമ്മുടെ 4th ഡിഗ്രി ഏകദേശം ഭയങ്കര നമുക്ക് ലെയേഴ്സ് ഓഫ് സ്കിൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പിഡേർമിസ്, ഡേർമിസ്, അതിൻ്റെ ഉള്ളിലേക്ക് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, അങ്ങനെ പിന്നെ മസിൽസ്, ബോൺസിലൊക്കെ വരും. അപ്പോൾ ഈ 4th ഡിഗ്രി ബേൺസ് ഒക്കെ വരുമ്പോൾ അവിടെ എന്താണ് പല പല ഇഷ്യൂസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സിസ്റ്റമിക് എഫക്റ്റ് നോക്കി കഴിയുമ്പോൾ നമുക്ക് റെസ്പിറേറ്ററിയുടെ കേസിൽ വരുമ്പോൾ അവിടെ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവാൻ വാസോ കൺസ്ട്രക്ഷൻ അല്ല, ബ്രോങ്കോ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എയർവേ നല്ലപോലെ മൂവ് ആവാതെ അവിടെ എന്താണ് ഷോക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ഉള്ള ചാൻസ് ഉണ്ട്. അത് വൺ ഓഫ് ദ കോംപ്ലിക്കേഷൻ ഓഫ് ബേൺ ആണ്. സോ അതാണ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒന്നോടെ വേണമെങ്കിൽ പറയാം. ബേൺസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇഞ്ചുറി ടു ദ സ്കിൻ. അതായത് സ്കിന്നിൽ വരുന്ന ഒരു ഇഞ്ചുറി ആണ്. മെയിനായിട്ടും ഹീറ്റ്, കെമിക്കൽസ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ റേഡിയേഷൻ ഓഫ് ഫ്രിക്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഇത് കോമൺ ആയിട്ട് അഡൽട്ടിലും അതുപോലെ തന്നെ ചിൽഡ്രനിലും ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് മൈനർ ടു അതുപോലെ തന്നെ ലൈഫ് ത്രെറ്റനിങ്, ഏകദേശം പൊള്ളലേറ്റ് മരിക്കുന്നവർ വരെ ഉണ്ട്. ആൻഡ് ബേൺസിന് നല്ല അസസ്മെന്റ് വേണം. നമ്മളിത് പോസ്റ്റിങ്ങിനൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മൾ ഈ കേസ് ഷീറ്റിലൊക്കെ 2% എന്താണ് സെക്കൻഡ് ഡിഗ്രി 27% സ്കാൾഡഡ് ബേൺ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് പറ്റും അവരുടെ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ ഒരു ബേൺസ് പേഷ്യന്റെ കേസ് ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അത് റൂൾ ഓഫ് 9 വെച്ചാണ് നമ്മൾ നോക്കും. വാലൈസ് റൂൾ ഓഫ് 9 ആണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ നല്ലപോലെ അസസ് ചെയ്യണം. പിന്നെ മാനേജ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ജീവൻ നിലനിർത്താനായിട്ട് നമ്മൾ ബേൺസിന് നല്ലപോലെ മാനേജ്മെന്റ്, പ്രത്യേകിച്ച് ഫ്ലൂയിഡ് റീഅസൈറ്റേഷൻ, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ടിഷ്യൂ ഡാമേജ് മാക്സിമം നമ്മൾ കുറയ്ക്കാനായിട്ട് നോക്കണം. പിന്നെ ഒബ്വിയസ്ലി ഇൻഫെക്ഷൻ, സെപ്സിസ് വരാനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഡ്രസ്സിങ് പ്രോപ്പറായിട്ട് ചെയ്യുക, അത് സ്റ്റെറൈലായിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കുക. അതാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സെയിം ആസ് ഇൻട്രൊഡക്ഷനിൽ പറയുന്ന പോലെ ബേൺ ഈസ് ആൻ ഇഞ്ചുറി ടു ദ സ്കിൻ ഓർ അതർ ഓർഗാനിക് ടിഷ്യൂ പ്രൈമർലി കോസ്ഡ് ബൈ ഹീറ്റ് ഓർ അതർ എക്സ്റ്റേണൽ ഏജന്റ്. അപ്പോൾ യൂഷ്വലി ഹീറ്റ് വഴിയാണ് വരുന്നത്, പക്ഷേ അതിന് പുറമെ തന്നെ നമ്മുടെ കെമിക്കൽസ്, ഇലക്ട്രിസിറ്റി, റേഡിയേഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷൻ കാരണം എന്താണ് നമുക്ക് ഈ ഒരു ബേൺ ഉണ്ടാവാനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇനി വരുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ ടൈപ്സ് ഓഫ് ബേൺസ് ആണ്. അതിന്റെ കോസേറ്റീവ് ഏജൻസ് അനുസരിച്ച് ഇത് നമുക്ക് തന്നെ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് തെർമൽ ബേൺസ്. തെർമൽ ബേൺസ് ഉണ്ട്, തെർമൽ ബേൺസ് ഉണ്ട്, കെമിക്കൽ ബേൺസ് ഉണ്ട്, ഇലക്ട്രിക്കൽ ബേൺസ് ഉണ്ട്, റേഡിയേഷൻ ബേൺസ് ഉണ്ട്, ഫ്രിക്ഷൻ ബേൺസ് ഉണ്ട്. ഈ തെർമൽ ബേൺസ് എന്താണ് നമ്മൾ ഹീറ്റ് സോഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഫയർ, അതുപോലെ തന്നെ തിളച്ച വെള്ളം, ആവി, അതുപോലെ ഹോട്ട് ഒബ്ജക്റ്റിലൊക്കെ നമ്മൾ അറിയാതെ തട്ടി ഒക്കെ വരുവാണെങ്കിൽ എന്താണ് അവിടെ തെർമൽ ബേൺസ് വരും. അതുപോലെ തന്നെ കെമിക്കൽ ബേൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആസിഡ്, ആൽക്കലി, കൊറോസീവ് കെമിക്കൽസ്, നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ അത്ര പ്രശ്നം. ഓക്കെ, പക്ഷെ നമ്മുടെ ആസിഡ് ഒക്കെ വരുമ്പോൾ നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ വരുന്നതാണ് നമ്മുടെ
ഇലക്ട്രിക്കൽ ബേൺസ് എന്ന് പറയുന്നത്. അതൊന്നുമില്ല, നമ്മുടെ ഇലക്ട്രിക് കറണ്ട് നമ്മൾ ഷോക്ക് അടിക്കുന്ന സമയത്ത് പലരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിന് മാത്രം പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല എന്ന്. പക്ഷെ അത്രയും ഹൈ എനർജി പവർ നമ്മുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞാൽ കത്തിക്കരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഞാൻ പല പല കേസസ് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇനിയുള്ളതാണ് റേഡിയേഷൻ ബേൺസ് എന്ന് പറയുന്നത്. നമ്മൾ UV, അതായത് സൺബേൺ ഒക്കെ ഫസ്റ്റ് ഡിഗ്രി ബേൺസിൽ വരുന്നതാണ്. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റേഡിയേഷൻ തെറാപ്പി ഒക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ ബേൺസ് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പിന്നെ ഫ്രിക്ഷൻ ബേൺസ് ഉണ്ട്. ഫ്രിക്ഷൻ ബേൺസ് ഒക്കെ ഡ്യൂ ടു സ്കിൻ റബ്ബിങ്, ഇങ്ങനെ റഫ് സർഫസ്, അതായത് റോഡ് റാഷ് ഇതിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നോടെ വേണമെങ്കിൽ പറയാം, ഇത് ഈ ഒരു വീഡിയോയിൽ ഫുള്ള് നിങ്ങൾ ഈ ഒരു ബേൺസ് തറവായിരിക്കണം. വേറെ പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം വരില്ല. തെർമൽ ബേൺസ് ഉണ്ട്, കെമിക്കൽ ബേൺസ് ഉണ്ട്, ഇലക്ട്രിക്കൽ ബേൺസ് ഉണ്ട്, ഫ്രിക്ഷൻ ബേൺസ് ഉണ്ട്, റേഡിയേഷൻ ബേൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? തെർമൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ, റേഡിയേഷൻ ആൻഡ് ഫ്രിക്ഷൻ. പിന്നെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. ഇഞ്ചുറി ടു ദ ഒബ്ജക്ട് കോസ് ബൈ ഈ സെയിം സാധനം തന്നെ, തെർമൽ, കെമിക്കൽ, ഇലക്ട്രിക്കൽ. എന്നിട്ട് നമ്മുടെ ടിഷ്യൂവിന് അവിടെ ഡാമേജ് ആവും. അത് ബേസ്ഡ് അപ്പോൺ ദ ഡിഗ്രിയിൽ അത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇനിയുള്ളതാണ് അതിന്റെ കോസസ് എന്ന് പറയുന്നത്. മെയിനായിട്ടും ഓപ്പൺ ഫ്ലെയിം, ഓക്കെ, അതുപോലെ തന്നെ സ്കാൾഡിംഗ് ലിക്വിഡ്, അതായത് തിളച്ച വെള്ളം, സ്റ്റീം, പിന്നെ ഇലക്ട്രിക്കൽ ആക്സിഡൻസ്, എക്സ്പോസർ ടു ഹാംഫുൾ കെമിക്കൽ, പ്രൊലോങ്ഡ് UV റേഡിയേഷൻ, സൺ എക്സ്പോസർ, ഹോട്ട് ഒബ്ജക്ട്, അയൺ, സ്റ്റോവ്സ്, പിന്നെ എക്സ്പ്ലോഷൻ, എന്തെങ്കിലും തീ പിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ്. അപ്പോൾ ഞാൻ കണ്ട ഒരു കേസ് എന്ന് പറയുമ്പോൾ ആൾക്ക് എന്താണ്, തിളച്ച സാമ്പാറിലേക്ക് വീണ് നമ്മുടെ മുഖം അതുപോലെ തന്നെ ആ ഒരു എൻറ്റയർ ബോഡി പൊള്ളി ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആൾക്ക്, ഞാൻ കണ്ട ഒരു ബേൺസ് പേഷ്യന്റിന് ഉള്ളത്. അപ്പൊ അതിന്റെ കോസ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്പൺ ഫ്ലെയിംസ് ഉണ്ട്, സ്കാൽഡിംഗ് ലിക്വിഡ്, സ്കാൽഡഡ് ആണ്, അതായത് ആ തിളച്ച സാമ്പാറിലേക്ക് വേണം, അതുകൊണ്ട് സ്കാൽഡഡ് ബേൺസ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഡയഗ്നോസിസ്. പിന്നെ ഫ്ലെയിം ആണെങ്കിൽ ഫ്ലെയിം, പിന്നെ ഇലക്ട്രിക്കൽ ആക്സിഡൻസ് ഇത് നമുക്ക് എഴുതാൻ പറ്റുന്നുള്ളൂ. ഹാർംഫുൾ കെമിക്കൽസ്, പ്രൊലോങ്ഡ് സൺ എക്സ്പോസർ, ഹോട്ട് ഒബ്ജക്ട് എക്സ്പ്ലോഷൻ, ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ്. അപ്പൊ അതാണ് അതിന്റെ കോസസ് എന്ന് പറയുന്നത്. സോ ഇനി വരുന്നതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് എയ്ഡ് ഫോർ ബേൺസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൺമുമ്പിൽ ഒരു തീപിടുത്തം നടക്കുവാണെങ്കിൽ നമ്മൾ എന്താണ് ആസ് എ നഴ്സ് അല്ലെങ്കിൽ ആസ് എ കോമണർ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സ്റ്റോപ്പ് ദ ബേണിംഗ് പ്രോസസ്. അതായത് ഇപ്പോൾ മെയിനായിട്ടും ആ ഒരു ആളെ ആ ഒരു പിടുത്തം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റുക. അതായത് റിമൂവ് ദ പേഴ്സൺ ഫ്രം ദ സോഴ്സ് ഓഫ് ബ്രെയിൻ, അതായത് സോഴ്സ് ഓഫ് ബേൺ. അതായത് ഇപ്പോൾ ഫയർ, ഇലക്ട്രിസിറ്റി, കെമിക്കൽസ്, ആ ഒരു സോഴ്സിൽ നിന്ന് ആദ്യം മാറ്റുക. അപ്പോൾ കൂൾ ദ ബേൺ. അപ്പോൾ pour cool, not cold water over the burn for at least 10 to 20 minutes. അപ്പൊ നമ്മൾ ഉടനെ തന്നെ ആ ഒരു പേഷ്യന്റിനെ ആ ഒരു സോഴ്സ്, അതായത് എവിടെ നിന്നാണോ തീ പിടിക്കുന്നത് അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മൾ അവിടെ എന്താണ്, ഭയങ്കര കോൾഡ് ആയിട്ടുള്ള വെള്ളമല്ല, നമ്മുടെ സാധാ ടാപ്പ് വാട്ടറിൽ ഒരു 10 to 20 മിനിറ്റ്സ് എന്താണ് നമ്മളത് ഒഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അവിടെ മുക്കി വെക്കും. ഇപ്പൊ കയ്യിലാണ് പൊള്ളലേറ്റെങ്കിൽ നമ്മൾ സഡൻ ആയിട്ട് അവിടെ നിന്ന് മാറ്റിയിട്ട് ഒരു 10 തൊട്ട് 20 മിനിറ്റ് വരെ കൈ ഇങ്ങനെ മുക്കി പിടിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ അധികം പ്രശ്നം വരത്തില്ല. ഇനി വരുന്നത് ഒരിക്കലും നമ്മുടെ ടൂത്ത് പേസ്റ്റ്, അപ്പൊ എപ്പോഴും ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യമാണ് പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഐസ് വെക്കുന്നത്. ഐസ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇതിൽ വെക്കാൻ പാടില്ല. വേണമെങ്കിൽ നമുക്ക് തുണിയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഒരു 10 to 20 മിനിറ്റ്സ് വെള്ളത്തിലിട്ട് വെക്കുന്നതാണ്. ഓക്കെ, പിന്നെ റിമൂവ് കൺസ്ട്രക്റ്റീവ് ഐറ്റംസ്, അതായത് നമ്മുടെ ജ്വല്ലറി, ബെൽറ്റ്, ടൈറ്റ് ക്ലോത്തിങ് ബിഫോർ സെല്ലിംഗ് ബിഗിൻസ്. എന്തായാലും സ്വെല്ലിങ്, ബ്ലിസ്റ്റേഴ്സ് ഫോർമേഷൻ ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രി ബേൺസിൽ സൂപ്പർഫിഷ്യലും ഉണ്ട് അതുപോലെ പാർഷ്യലും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ കേസിൽ വരുമ്പോൾ എന്താണ്, അവിടെ ബ്ലിസ്റ്റേഴ്സ് ഫോം ചെയ്യാനായിട്ടുള്ള എല്ലാ ചാൻസ് ഉണ്ട്. ഒരു കൊമളച്ച് പിടിച്ചൊരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു ഫോർമേഷന് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ എന്താണ്, നമ്മുടെ എന്തൊക്കെയാണോ മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്, ഇപ്പൊ മോതിരം, അങ്ങനെ ജ്വല്ലറീസ് ഒക്കെ മാറ്റുക. അതുപോലെ തന്നെ കവർ ദ ബേൺ, യൂസ് എ ക്ലീൻ ഡ്രൈ ക്ലോത്ത് ഓർ സ്റ്റെറൈൽ നോൺ സ്റ്റിക്ക് ഡ്രസ്സിങ്. അതായത് നമ്മൾ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഡ്രൈ ക്ലോത്ത്, അതായത് സ്റ്റിക്കി ആയിട്ടുള്ള അധികം ഒട്ടിപ്പിടിക്കാത്തൊരു ലൂസ് ആയിട്ടുള്ള ക്ലോത്തിങ് നമ്മൾ ആ ഒരു പേഷ്യന്റ് കൊടുക്കുക. പിന്നെ പ്രിവെന്റ് ഷോക്ക്, അതായത് എന്തായാലും ഞാൻ പറഞ്ഞു റെസ്പിറേറ്ററിയുടെ കേസസിലൊക്കെ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ വരും. അതായത് ബ്രോങ്കൈ കൺസ്ട്രിക്റ്റ് ആവും. എയർ അവിടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താണ്, അവിടെ ഓക്സിജൻ കുറയും, അവിടെ ഷോക്കിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ആയിട്ട് കിടത്തിയിട്ട് ലെഗ്, എലിവേറ്റ് ദ ലെഗ്സ് ആൻഡ് കീപ് വാം. അതായത് നമ്മൾ വേണമെങ്കിൽ ഒരു പുതപ്പ് വെച്ച് മൂടിയിട്ട് പേഷ്യന്റിനെ നേരെ കിടത്തിയിട്ട് എന്താണ് കാല് മേലെ വെക്കുക. അപ്പൊ അവിടെ എന്താണ്, അവിടെ ആ ഒരു ബ്രോങ്കോ കൺസ്ട്രിക്ഷൻസ് ഒക്കെ തടയാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഒരിക്കലും ആ ഒരു കൊമളകൾ പൊട്ടിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ
നമ്മൾ ആ ഓയിൽമെന്റോ ബട്ടറോ ഓയിൽസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ യൂസ് കോട്ടൺ ഡയറക്ട്ലി. നമ്മൾ അങ്ങനെ ഇതൊന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു തെറ്റാണ് ഡയറക്റ്റ് പൊള്ളുമ്പോൾ ടൂത്ത് പേസ്റ്റ് എടുത്ത് അവിടെ തേക്കുന്നത്. അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി. ബേൺ എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പാണ്. ഏകദേശം ഒരു ഉള്ളിലേക്ക് പോവാണ്. അതായത് ഏകദേശം ബോൺസ് സൂപ്പർഫിഷ്യൽ ഏരിയാസിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിന്റെ അനാറ്റമി അറിയാലോ, ഡെർമിസിന്റെ ആ ഒരു ഡീപ്പിൽ ആ ഒരു സൈഡിലേക്ക് വരെ പോവുകയാണെങ്കിൽ, അതുപോലെ ഫേസ്, ഹാൻഡ്, ഫീറ്റ്, ജെനൈറ്റൽസ്, നമ്മുടെ പെരിനിയൽ ഏരിയാസിലൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് ഇമ്മീഡിയറ്റ് ഹെൽപ്പ് നമ്മൾ കൊടുക്കുക. അപ്പൊ നമ്മളൊരു പേഷ്യന്റ് അല്ലെങ്കിൽ ഏതൊരു ബേൺസ് പേഷ്യന്റ് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നടക്കുവാണെങ്കിൽ ആളെ മാറ്റുക, എന്നിട്ട് 10 to 20 minutes അവിടെ വെക്കുക. എന്നിട്ട് ഫ്ലാറ്റ്, അതായത് നേരെ കിടത്തിയിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് എന്താണ് എലിവേറ്റ് ചെയ്യാനായിട്ട്, അതായത് കാല് എലിവേറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. കാരണം നമ്മൾ ഹെൽത്ത് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ഹെൽത്ത് പ്രൊഫഷണൽ ആണെങ്കിലും ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, ബ്ലിസ്റ്റേഴ്സ് ഒന്നും നമുക്ക് പൊട്ടിക്കാനായിട്ടുള്ള റൈറ്റ് ഇല്ല. ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഡിഗ്രി സൂപ്പർഫിഷ്യൽ, പിന്നെ പാർഷ്യൽ തിക്നെസ്, പിന്നെ 3rd degree ബേൺസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ 4th degree ബേൺസ് ഉണ്ട്. ഫസ്റ്റ് ഡിഗ്രി, 2nd degree, 3rd degree, 4th degree. ഓക്കെ, അപ്പൊ അതാണ്. പിന്നെ അതിന്റെ അസസ്മെന്റ് നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാനിത് ജസ്റ്റ് നോക്കിയതാണ്. ഓക്കെ, ഇനി അതിന്റെ നമുക്ക് ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സൂപ്പർഫിഷ്യൽ ബേൺസ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് മീൻസ് വാട്ട്? ഇറ്റ്സ് എ ഔട്ടർ ലെയർ ഓഫ് ദ സ്കിൻ. വാട്ട് ഇസ് എപ്പിഡെർമിസ്? വിച്ച് ഇസ് എ ഔട്ടർ ലെയർ ഓഫ് ദ സ്കിൻ. ഇത് പൊതുവെ അതിന്റെ ഒരു മോർഫോളജി, എക്സ്റ്റേണൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ നല്ല റെഡിഷ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പെയിൻഫുൾ ആവും. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടിരിക്കും. പക്ഷെ അവിടെ കുമളകൾ പൊന്തത്തില്ല. ഐ മീൻ ഇങ്ങനെ കൊമളിച്ച് വരുന്ന ഒരു അവസ്ഥ അവിടെ വരുന്നില്ല. അതിന്റെ എക്സാമ്പിൾ ആണ് സൺബേൺ, സൂര്യാതാപം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ സൂപ്പർഫിഷ്യൽ ബേൺസ് ആണ് ഫസ്റ്റ് ഡിഗ്രി ബേൺസ് എന്ന് പറയുന്നത്. ഇനി 2nd degree എന്ന് പറയുന്നത് പാർഷ്യൽ തിക്നെസ് ആണ്. ഇത് എപ്പിഡെർമിസും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഡെർമിസും ഉണ്ട്. ഇത് നമ്മൾ പുറമെ കാണുമ്പോൾ അവിടെ കുമളച്ചുണ്ടാവും, ആ ഒരു കുമള സ്വെള്ളനാവും, ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, പിന്നെ റെഡിഷ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ സ്വെള്ളൻ, വെരി പെയിൻഫുൾ, റെഡ് ആൻഡ് ബ്ലിസ്റ്റേർഡ്. ആൻഡ് ഫസ്റ്റ് ഡിഗ്രി ഈസ് നോട്ട് സ്വെള്ളൻ ആൻഡ് it is painful, but it is not that much complicated compared to 2nd degree and 3rd degree and 4th. So then next we are going to learn about full thickness. Full thickness means all the layers. We already learned about the anatomy of the skin, which is epidermis, dermis and underlying tissue. Okay, so while we are looking the morphology or the external feature, എന്താണ് അവിടെ കാണുന്നത്? ഒരു വൈറ്റിഷ് ഷാഡ്, ഒരു കരിഞ്ഞ് ഒരു ലെതറി അപ്പിയറൻസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നെർവ്സ് എല്ലാം അവിടെ എന്താണ് പൊള്ളി നശിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പെയിൻ സെൻസേഷൻ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണിന് ഉണ്ടാവത്തില്ല. ഓൾ ലെയേഴ്സ് ഇൻവോൾവ് ആവുന്നുണ്ട് 3rd degree എന്താണ്. ഓക്കെ, ഇനിയുള്ളതാണ് 4th degree ബേൺസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഈവൻ ദോ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് വരെ പോകും. ഉള്ളിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഡീപ്പ് ബോൺസിന്റെ അവിടെ വരെ പോവും, മസിൽസിന്റെ അവിടെ വരെയൊക്കെ പോവും. ഓക്കെ, ഇത് ലൈഫ് ത്രെറ്റനിങ് ആണ്. ഇനിയുള്ളതാണ് അസസ്മെന്റ് ഓഫ് ബേൺസ്. അപ്പോൾ ഇതിൽ നമ്മൾ TBSA എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ടോട്ടൽ ബോഡി സർഫസ് ഏരിയ. ഇതനുസരിച്ചാണ് നമ്മൾ ഒരു പേഷ്യന്റിനെ നമ്മൾ എന്താണ് അസസ് ചെയ്യുന്നത് എത്രമാത്രം ഉണ്ടെന്ന്. അപ്പൊ ഒന്നാണ് റൂൾ ഓഫ് 9 എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ക്വിക്ക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ ലേൺഡ് ആൻഡ് ബ്രൗഡർ ചാർട്ട്, ഇത് മോർ അക്യുറേറ്റ് എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻ. പിന്നെ അതുപോലെ തന്നെ വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്, പാം മെത്തേഡ് ഉണ്ട്. പക്ഷെ ഏറ്റവും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്നതാണ് റൂൾ ഓഫ് ലയൺ എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേരുണ്ട്, വാലേസ് റൂൾ ഓഫ് 9, WALLACE, വാലേസ് റൂൾ ഓഫ് 9 അല്ലെങ്കിൽ റൂൾ ഓഫ് 9 എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ലണ്ട് ആൻഡ് ബ്രൗഡർ, പിന്നെ പാം മെത്തേഡ്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ് നമ്മൾ പല ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ഏറ്റവും സ്റ്റാൻഡർഡൈസ്ഡ് ആൻഡ് കോമൺ മെത്തേഡ് ദാറ്റ് വി ആർ യൂസിങ് nowadays in hospital, it is വാലേസ് റൂൾ ഓഫ് 9. Okay, which is very quick and easily identifiable. And London Browder is a type of a chart. It is very useful in case of children. And palm method is also good, but still rule of 9 is helpful. So
Next is all about the depth of burn. Depth of burn, how we can assess. First one is a rule of 9 method, then depth, whether it is first degree, second degree or third degree. Location of burns, I mean എവിടെയൊക്കെയാണ് ആ ഒരു നമ്മുടെ കയ്യിലാണോ കാലിലാണോ എന്നൊക്കെ നോക്കുക. പിന്നെ പേഷ്യന്റ് ഏജ്, അതുപോലെ തന്നെ ഭയങ്കര യങ്ങാണോ, അതുപോലെ എൽഡർലി ആണോ ഒക്കെ നമ്മൾ നോക്കുക. അതുപോലെ തന്നെ ഇൻഹലേഷൻ ഇഞ്ചുറി, എന്തെങ്കിലും ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ആയിട്ടുണ്ടോ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇഞ്ചുറീസ് ആയിട്ടുണ്ടോ നോക്കുക. പിന്നെ അസോസിയേറ്റഡ് ഇഞ്ചുറി, നമ്മൾ പെട്ടെന്ന് തീയിൽ ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തീ പിടിക്കുമ്പോൾ ആൾ ഓടുന്ന സമയത്ത് കാലൊക്കെ ചിലപ്പോൾ ഫ്രാക്ചർ ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ബേൺസ് എന്ന് പറയുന്നത് റെഡ്നെസ് ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും, ബ്ലിസ്റ്റർ ഫോർമേഷൻ ഉണ്ടാവും, പെയിൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിഗ്രി. ആൻഡ് തേർഡ് ഡിഗ്രി പെയിനിൽ പെയിൻ സെൻസേഷൻ ഫോർത്ത് ഡിഗ്രിയിലൊന്നും ഉണ്ടാവത്തില്ല, കാരണം നെർവ് എൻഡിങ്സ് എല്ലാമേ നശിച്ചു പോയിട്ടുണ്ടാവും. ഓക്കെ, ഇനി പീലിംഗ് ഓഫ് സ്കിൻ എന്തായാലും ഉണ്ടാവും. ചാരിങ് ഓഫ് സ്കിൻ, തേർഡ് ഡിഗ്രി ബേൺസ്, കരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ ഷോക്ക് സിംറ്റംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ലോ BP, റാപ്പിഡ് പൾസ്, പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, പിന്നെ ഫ്ലൂയിഡ് ലോസ് ആൻഡ് ഡീഹൈഡ്രേഷൻ. എന്തായാലും ഒത്തിരി ഫ്ലൂയിഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഉണ്ടാവും. ഓക്കെ, ലോസ് ഉണ്ടാവും. പിന്നെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ അതുണ്ടാവും. പിന്നെ ചെസ്റ്റ് എക്സ്റേ, എന്തെങ്കിലും ഇൻഹലേഷൻ ഇഞ്ചുറി, പിന്നെ ABG, അതായത് റെസ്പിറേറ്ററി അസിഡോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഒക്കെ ഉണ്ടാവാനുണ്ടെന്ന് നോക്കും. CBC, എന്തെങ്കിലും അനീമിയ ഇൻഫെക്ഷൻ, ഇലക്ട്രോലൈറ്റ് ലെവൽ, നമ്മൾ സോഡിയം പൊട്ടാസ്യത്തിന്റെ എല്ലാത്തിന്റെയും നോക്കണം. പിന്നെ അതുപോലെ തന്നെ യൂറിൻ ഔട്ട്പുട്ട് മെഷർമെന്റ്, കാർബോക്സി ഹീമോഗ്ലോബിൻ ലെവൽ, കാരണം ചില കേസസിൽ കാർബൺ മോണോക്സൈഡ് പോയിസൺ സസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ വൂണ്ട് കൾച്ചർ, ഇൻഫെക്ഷൻ മീൻസ് സസ്പെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ. ഇനി മെഡിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ABC, എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ, അതായത് നമ്മൾ നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയർവേ മാനേജ്മെന്റ്, ഇപ്പോൾ ഇൻറ്റുബേഷൻ നമ്മൾ കൊടുക്കുക. നമ്മൾ എമർജൻസി വാർഡിലൊക്കെ പോസ്റ്റഡ് ആണെങ്കിൽ നമുക്കറിയാം പെട്ടെന്നൊരു ബേൺസ് അല്ല, ഇപ്പൊ ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഒക്കെ ആണെങ്കിൽ ആൾ അൺകോൺഷ്യസ് ആണ്. നമുക്ക് എന്താണ്, നമ്മൾ ആള് നല്ലപോലെ ബ്രീത്ത് ഒന്നും ചെയ്യണില്ലെങ്കിൽ നമ്മൾ വെന്റിലേറ്റർ സപ്പോർട്ട്, അതുപോലെ തന്നെ ഇൻറ്റുബേഷൻ, എൻഡോട്രക്കിയൽ ട്യൂബ്, അതുപോലെ തന്നെ നാസോഗ്യാസ്ട്രിക് ട്യൂബ് ഒക്കെ നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ ഫ്ലൂയിഡ് റീഎസൈറ്റേഷൻ, പാർക്ക്ലാൻഡ് ഫോർമുല, റിംഗർ ലാക്ടേസ് സൊല്യൂഷൻ ഫോർ ഫസ്റ്റ് 24 hours. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്ക്ലാൻഡ് ഫോർമുല ഇസ് നത്തിങ് ബട്ട് 4 into TBSA, അതായത് TBSA into ടോട്ടൽ ബോഡി വെയിറ്റ്. ഇത് ഒന്നുമില്ല, നമ്മൾ റൂൾ ഓഫ് 9 ഇല്ലേ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സെപ്പറേറ്റ് ആയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4 into ടോട്ടൽ, ഇപ്പോൾ 27% ആണ് ബേൺ എന്ന് വെക്കുക, അതാണ് TBSA. ടോട്ടൽ ബോഡി വെയിറ്റ് 60. ഇങ്ങനെയാണ് നമ്മൾ പാർക്ക്ലാൻഡ് ഫോർമുല വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 11 ലിറ്റർ ആണ് ഇതിന്റെ ആൻസർ എന്ന് വെക്കുക. ആൻസർ അപ്പൊ അതില് ആദ്യത്തെ 8 മണിക്കൂറിൽ നമ്മൾ ഹാഫ് കൊടുക്കുക, അടുത്ത 16 മണിക്കൂറിൽ അടുത്ത ഹാഫ് കൊടുക്കുക. ഇപ്പൊ നമുക്ക് 11 ആണല്ലോ കിട്ടിയത്. അപ്പോൾ 5.5 ലിറ്റർ നമ്മൾ ആദ്യത്തെ 8 മണിക്കൂറിൽ കൊടുക്കുക, അടുത്ത 5.5 ലിറ്റർ നമ്മൾ അടുത്ത 16 മണിക്കൂറിൽ കൊടുക്കുക. പിന്നെ പെയിൻ മാനേജ്മെന്റിൽ നമ്മൾ മോർഫിൻ കൊടുക്കുക, ഒരു അനൽജസിക്സ് ആണ്. ഓക്കെ, മോർഫിൻ കൊടുക്കുക. പിന്നെ പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ നമ്മൾ ആന്റിബയോട്ടിക്, ടോപ്പിക്കൽ ഓർ സിസ്റ്റമിക്. പിന്നെ ന്യൂട്രീഷണൽ സപ്പോർട്ട്, ഹൈ പ്രോട്ടീൻ ഹൈ കാലറി ഡയറ്റ്. പിന്നെ ടീറ്റാനസ് പ്രൊഫിലാക്സിസ്, ഗിവൺ ടു പ്രിവെന്റ് ടീറ്റാനസ്, എന്തെങ്കിലും ഇൻഫെക്ഷൻ. പിന്നെ വൂണ്ട് കെയർ, ക്ലീനിങ്, ഡ്രസ്സിങ്, അതൊക്കെ സിൽവർ സൾഫ ഡയസിൻ. നമ്മൾ എപ്പോഴും ഇത് മെയിനായിട്ട് നമ്മൾ ഹോസ്പിറ്റലുകളിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് സിൽവർ സൾഫ ഡയസിൻ. പിന്നെ വൈറ്റൽ സയൻസ് എപ്പോഴും 2 hours ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഇലക്ട്രോലൈറ്റ്സ്, യൂറിൻ ഔട്ട്പുട്ട് നോക്കാം. പിന്നെ സർജിക്കൽ മാനേജ്മെന്റ് ഇസ് നത്തിങ് ബട്ട് ഡീബ്രൈറ്റ്മെന്റ്, അതായത് ഡെഡ് ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്യുക. പിന്നെ സ്കിൻ ഗ്രാഫ്റ്റിംഗ്, ഓട്ടോഗ്രാഫ്, പേഷ്യൻസ് ഓൺ ബോഡി, അല്ലോഗ്രാഫ് ഫ്രം ഡോണർ, സിന്തറ്റിക് സ്കിൻ സബ്സ്റ്റിറ്റ്യൂട്ട്. പിന്നെ എഷ്കാരോട്ടോമി, അതായത് എഷ്കാർ എന്ന് പറയുമ്പോൾ എന്താണ്, ഡെഡ് സ്കിൻ സെൽസ് ആണ്. അപ്പോൾ ഇൻസിഷൻ ത്രൂ ബേൺ എസ്റ്റാർ ടു റിലീവ് പ്രഷർ. പിന്നെ ഫാസിയോട്ടോമി ടു റിലീവ് കമ്പാർട്ട്മെന്റ് സിംറ്റം. ഫാസിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മസിൽസ് കണക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ്. അപ്പോൾ അങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ കോസ്മെറ്റിക് സർജറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി പൊള്ളലേറ്റിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ റീകൺസ്ട്രക്റ്റീവ് സർജറി, സ്കാർ റിവിഷൻ സർജറി, ലേസർ തെറാപ്പി, സ്കിൻ എക്സ്പാൻഷൻ ടെക്നിക്. ഇപ്പൊ നഴ്സിംഗ് ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ ഇൻഎഫക്റ്റീവ് എയർവേ ക്ലിയറൻസ് റിലേറ്റഡ് ടു ഇൻഹലേഷൻ ഇഞ്ചുറി, ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ്, റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ, അക്യൂട്ട് പെയിൻ. Then impaired skin integrity, anxiety, imbalanced nutrition, disturbed body pattern, അതൊക്കെയാണ്. ഓക്കെ, ഇനിയുള്ളതാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ വേണമെങ്കിൽ ഒന്നോടെ നോക്കാം. ടൈപ്സ് ഓഫ് ബേൺസ് ആണ്.
കോഴ്സ് ഫസ്റ്റ് എയ്ഡ്. ഇനിയാണ് അതിന്റെ അസസ്മെന്റ് എന്ന് പറയുന്നത് റൂൾ ഓഫ് 9. റൂൾ ഓഫ് 9 അഡൽറ്റിനും ഉണ്ട്, അതുപോലെ തന്നെ ചിൽഡ്രനും ഉണ്ട്. ഓക്കെ. പിന്നെ സൈൻസ് ആൻഡ് സിംറ്റംസ്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, മെഡിക്കൽ മാനേജ്മെന്റ്, മൈക്രോപിഗ്മെന്റേഷൻ, നഴ്സിംഗ് ഡയഗ്നോസിസ്. അപ്പോൾ ഇതിലാണ് നമ്മുടെ റൂൾ ഓഫ് 9 വരുന്നത്. അപ്പോൾ റൂൾ ഓഫ് 9 എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു പേഷ്യന്റ് വന്നാണ്. അപ്പോൾ ഒരു പേഷ്യന്റിന്, ഇത് കയ്യും കാലുമായിട്ടൊന്ന് ഒക്കെ ഒന്ന് സങ്കല്പിക്കുക, അത്ര നന്നായിട്ട് വരയ്ക്കാൻ അറിയത്തില്ല. അപ്പോൾ റൂൾ ഓഫ് 9 ഇപ്പോൾ ഹെഡ് ആൻഡ് നെക്ക് ആണെങ്കിൽ 9% ആണ്. അതായത് നമ്മുടെ തല അതുപോലെ തന്നെ നെക്ക് പൊള്ളിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 9% യൂസ് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ 2 കൈ ആണെങ്കിൽ ഇവിടെ 9 ആണ്, ഇവിടെ 9 ആണ്. ഓക്കെ. 9% നമ്മൾ കൺസിഡർ ചെയ്യും. പിന്നെ 2 ലെഗ്, ഇവിടെ 18, ഇവിടെ 18. അപ്പോൾ പിന്നെ ഈ ഒരു പോർഷൻ ഫ്രണ്ട് ആണെങ്കിൽ 18, ബാക്കും 18. പെരീനിയം ഏരിയ ആണെങ്കിൽ 1%. അങ്ങനെ ടോട്ടൽ ഔട്ട് ഓഫ് 100% എത്ര പെർസെൻറ്റേജ് ബേൺസ് ഉണ്ടെന്നാണ് നമ്മൾ ആക്ച്വലി ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിന് നമ്മൾ വാലേസ് റൂൾ ഓഫ് 9 എന്ന് എന്താണ് നമുക്ക് വേറൊരു പേരിൽ പറയാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ റൂൾ ഓഫ് 9 നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നിങ്ങൾ ഏകദേശം നിങ്ങൾ ബേൺസ് പേഷ്യന്റിനെ കണ്ട് നിങ്ങൾ പഠിച്ചതാണ്. ഇപ്പൊ നമ്മുടെ ഹെഡിലും നെക്കിലും ആണെങ്കിൽ നമ്മൾ 9% കൂട്ടുക. 2 കയ്യിൽ, അതായത് ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ 9%, റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ 9%. പിന്നെ വരുന്നത് നമ്മുടെ ആ ഒരു എന്താ പറയുന്നത്, ഫ്രണ്ട് സൈഡ് ആണെങ്കിൽ 18, പുറകിലാണെങ്കിൽ 18. ആ പെരീനിയം നമ്മുടെ ജെനൈറ്റൽസ് ആണെങ്കിൽ 1%. ലെഫ്റ്റ് ലെഗ് ആണെങ്കിൽ 80%, റൈറ്റ് ലെഗ് ആണെങ്കിൽ 80%. പക്ഷെ ഇവിടെ ആകെ പിന്നെ ഇത് അഡൽറ്റിന്റെ കേസിലാണ് ഇത് നമ്മൾ നോക്കുന്നത്. ഇനി നമ്മൾ ചൈൽഡിന്റെ കേസിലാണെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ഹെഡ് ആൻഡ് നെക്ക് എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, 18% ആയിരിക്കും. അതായത് ചൈൽഡിന്റെ, ഇപ്പം അഡൽറ്റിന്റെ കേസിലാണെങ്കിൽ 9 ആണ് ഹെഡ് ആൻഡ് നെക്ക്, പക്ഷെ ചൈൽഡിന്റെ കേസിൽ അത് 18 ആണ്. പിന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ആസ് യൂഷ്വൽ, ഫ്രണ്ട് ആൻഡ് ബാക്ക് എന്ന് പറയുന്നത്, ഫ്രണ്ട് ആൻഡ് ബാക്കും 18 ആണ്. പിന്നെ ബോത്ത് ഹാൻഡും എന്താണ്, ബോത്ത് ഹാൻഡ്സും 9 വെച്ചിട്ടാണ് വരുന്നത്. ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 2 ലെഗ് ഉണ്ടല്ലോ, 2 ലെഗ് എന്ന് പറയുന്നത് 14% ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. ലെഫ്റ്റ് ലെഗ് 14, റൈറ്റ് ലെഗ് 14. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അഡൽറ്റിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഹെഡും നെക്കും 9% ആണ്, പക്ഷേ ചൈൽഡിന്റെ കേസിൽ വരുമ്പോൾ അത് 18 ആക്കും. ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ വ്യത്യാസം വരുന്നത് കാലിലാണ്. അഡൽറ്റിന്റെ കേസിലാണെങ്കിൽ 2 സൈഡും 18 ആണ്, പക്ഷെ ചൈൽഡിന്റെ കേസിലാണെങ്കിൽ അത് 14 ആണ്. അപ്പോൾ പാർക്ക്ലാൻഡ് ഫോർമുല ഇവിടെയാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. പാർക്ക്ലാൻഡ് ഫോർമുലയില് നമ്മൾ വരുന്നതെന്ന് പറയുമ്പോൾ 4 ഇൻറ്റു TBS. ഇതാണ് ഈ റൂൾ ഓഫ് 9 വെച്ചിട്ടാണ് എത്ര പെർസെൻറ്റേജ്, അതാണ് ടോട്ടൽ ബോഡി സർഫസ് ഏരിയ, എത്ര പൊള്ളിയിട്ടുണ്ടെന്ന് അറിയാം. ഇപ്പൊ നമ്മൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ ഒരു പേഷ്യന്റിന് 27% ആണെങ്കിൽ, ആളുടെ എവിടെയൊക്കെ പൊള്ളിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഹെഡിലും നെക്കിലും പൊള്ളിയിട്ടുണ്ടാവും, 2 കൈയിലും പൊള്ളിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും പൊള്ളിയിട്ടുണ്ടാവും. പിന്നെ എന്ന് പറയുന്നത് ഇൻറ്റു ബോഡി വെയിറ്റ്. അപ്പോൾ ഒരാൾക്ക് 27% ബേൺ ഉണ്ട്. അപ്പൊ 4 × 27, ആൾക്ക് 60 കിലോ ഉണ്ട്. അപ്പൊ അങ്ങനെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന പോലെ തന്നെ ഇപ്പോ ഞാനത് ഒന്നോടെ പറയാൻ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ഒരു പേഷ്യന്റിന് 27% പൊള്ളലേറ്റിട്ടുണ്ട്. അപ്പൊ പാർക്ക്ലാൻഡ് ഫോർമുല അനുസരിച്ച് നമ്മൾ റിംഗർ ലാറ്റേറ്റ് RL നമ്മൾ കൊടുക്കണം. അപ്പോ റിംഗർ ലാറ്റേറ്റ് നമ്മൾ കൊടുക്കണമെങ്കിൽ ആൾക്ക് എത്രമാത്രം ബേൺസ്, എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് അറിയണം. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ആ പേഷ്യന്റിന് ഹെഡ് ആൻഡ് നെക്കും 2 കൈയിലുമാണ് ബേൺസ് ഉള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി? 9 + 9 നമുക്ക് 18% ആണ് കിട്ടി. പിന്നെ ആ ഒരു പേഷ്യന്റിന്റെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 50 കിലോയാണ്. ഇനി ആ ഒരു ഇത് രണ്ടും നമുക്ക് കിട്ടി. അപ്പൊ പാർക്ക്ലാൻഡ് ഫോർമുല അനുസരിച്ച് 4 ഇൻറ്റു, ഇപ്പൊ ടോട്ടൽ TBSA എന്ന് പറയുന്നത് 18% ആണ്.
ഇൻറ്റു ബോഡി വെയിറ്റ്. അപ്പോൾ ഇത് ഞാൻ കാൽക്കുലേറ്റ് ഒന്നും ചെയ്യണില്ല. ഫോർ എക്സാമ്പിൾ 11 ആണ് കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് 11 ലിറ്റർ ആണ് കിട്ടിയത്. അപ്പൊ 11 ലിറ്റർ നമ്മൾ കൊടുക്കണം. അപ്പൊ ആദ്യത്തെ 8 മണിക്കൂറിൽ നമ്മൾ 5.5 ലിറ്റർ കൊടുക്കണം. അടുത്ത 16 മണിക്കൂറിൽ നമ്മൾ അടുത്ത 5.5 ലിറ്റർ കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ലണ്ട് ആൻഡ് ബ്രൗഡർ ചാർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇനി അഡീഷണൽ ആയിട്ട് പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പാർക്ക്ലൈൻ ഫോർമുലയുണ്ട്. അക്കോർഡിംഗ് ടു ഡെപ്തിൽ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, അങ്ങനെ ഫോർത്ത് ഡിഗ്രി ആയിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ എക്സാമിനേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇനി കാൽക്കുലേഷനും ഓക്കെയാണ്. പിന്നെ ഇതിന് അതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെപ്സിസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സെപ്സിസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസോ അങ്ങനെ ഇൻഫെക്ഷൻ കൂടിയിട്ട് ബ്ലഡിൽ ബാക്ടീരിയ ഉള്ളൊരു അവസ്ഥയാണ്. പിന്നെ റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാവും. എന്താണ് റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കിഡ്നി ഫെയിലിയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സൈക്കോളജിക്കൽ ട്രോമ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കമ്പാർട്ട്മെന്റ് സിൻഡ്രോം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അൾസർ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതാണ് അതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതാണ് ബേൺസിന്റെ ഒരു ഓവർ ക്യുക്ക് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇത് ഏകദേശം ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് ബാലൻസ് റൂൾ ഓഫ് 9, പാർക്ക്ലൈൻ ഫോർമുല, അതുപോലെ തന്നെ അതിന്റെ സയൻസ് സിംറ്റംസ് നിങ്ങൾക്ക് അറിയാം, അതിന്റെ കോഴ്സ് അറിയാം, അതിന്റെ ടൈപ്സ് ബേസ്ഡ് അപ്പോൺ ഇത്. പിന്നെ നിങ്ങളൊരു പിക്ചറും വരയ്ക്കുക. ആൻഡ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും അതിന്റെ ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.